പെബിൾസ് മലയാളം. സ്വന്തം നാടിനെ സ്നേഹിക്കൂ. ഒരു ദ്വീപിൽ ഒരാൺകുട്ടി താമസിച്ചിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന സ്വഭാവമുള്ള അവൻ ആ ദ്വീപിനെയും അതിയായി സ്നേഹിച്ചു. ആ ദ്വീപിനു ചുറ്റും ഉയർന്ന ശക്തമായ ഒരു മതിലുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. വടക്ക് ഭാഗത്തുള്ള മതിലിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ, ആ മതിലിൽ കുറച്ച് വിള്ളലുണ്ട്. നമ്മൾ ആ മതിലിനെ തീർച്ചയായും നന്നായി പരിപാലിക്കണം. തീർച്ചയായും. ഇത് കെട്ടിയത് തന്നെ കടലിൽ നിന്നും വെള്ളം ദ്വീപിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടാതെ ജീവിക്കുന്നത്. ശരി, നാളെ നമ്മൾ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരും പിരിഞ്ഞുപോയി. പക്ഷേ ആ ബാലൻ അവിടെ തന്നെ നിന്നു. മതിലിൽ വിള്ളലോ? ഞാനൊന്ന് അവിടെ പോയി കാര്യം എന്താണെന്നൊന്ന് നോക്കട്ടെ. അന്ന് വൈകുന്നേരം നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ ബാലൻ അവിടെ എത്തി. മതിലിലുണ്ടായിരുന്ന വിള്ളൽ ഒരു ദ്വാരമായി മാറി അതിലൂടെ വെള്ളമൊഴുകാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഒരു ദ്വാരം! ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഗ്രാമത്തിൽ എത്തുമ്പോഴേക്കും ഈ ദ്വാരം വലുതാവുമല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യും? വെള്ളം നിർത്താൻ എന്താണ് ഒരു വഴി? ആ ബാലൻ കുറേ നേരം ചിന്തിച്ചു. എന്നിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്താനായി തന്റെ വിരൽ ആ ദ്വാരത്തിലേക്ക് കയറ്റി. അവൻ വിചാരിച്ചതുപോലെ വെള്ളം നിന്നു. പക്ഷെ ഞാൻ എത്ര നേരം ഇങ്ങനെ ഇവിടെ ഇരിക്കും? ആ ബാലൻ രാത്രി മുഴുവനും അങ്ങനെ തന്നെ ഇരുന്നു. അവന് നിൽക്കാൻ വയ്യാതായി. എന്റെ ദ്വീപ് നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരെങ്കിലും വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ആരാണത്? ആരാണ് ആ മതിലിന്റെ അടുത്തിരിക്കുന്നത്? അവനൊന്നും സംസാരിക്കുന്നില്ലല്ലോ. എന്റെ ദൈവമേ! ഉടനെ അവർ ദ്വാരമടയ്ക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. എന്നിട്ട് ആ ബാലനെ വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ചില ദിവസങ്ങൾ കടന്നുപോയി. എങ്ങനെയുണ്ട് മകനെ? എനിക്ക് സുഖമാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് നിനക്ക് നന്ദി പറയാനാണ്. ഈ ദ്വീപിനെ രക്ഷിക്കാൻ വേണ്ടി നീ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി. നീ കാരണമാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ. ദയവായി എന്നെ പുകഴ്ത്തരുത്. എന്റെ നാടിനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്തു. ഐലൻഡ്. ഭൂഖണ്ഡത്തെക്കാൾ ചെറിയ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു കര. ഡിസ്പേഴ്സ്, വിതരണം ചെയ്യുക. ഫിസിഷ്യൻ, ലൈസൻസുള്ള ഒരു വൈദ്യൻ അഥവാ ആതുര ശുശ്രൂഷകൻ. നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്നെ വേദനിപ്പിക്കും. ഒരു ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർക്ക് 3 ആൺമക്കളും. നമ്മുടെ മക്കൾ ഒന്നിനും കൊള്ളാത്തവരും മടിയന്മാരുമാണ്. അവർ നമുക്കൊരു സന്തോഷവും തരുന്നില്ല. നമുക്ക് ഉപകാരമുള്ള ഒരു മകനെ തരാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. അന്ന് വൈകുന്നേരം എന്റെ പ്രിയേ, ഇവിടെ വന്ന് ഈ അത്ഭുതമൊന്ന് കാണൂ. എന്താണത്? ഓ, ഒരു സർപ്പം! സ്വർണവാലുള്ള ഒരു സർപ്പം! നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ സഹായിക്കുന്ന ഒരു മകന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച മകനായി എന്നെ തിരഞ്ഞെടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഉപകരിക്കും. മകനോ? നീ ഒരു സർപ്പമല്ലേ? നീ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉപകരിക്കുക? എന്റെ വാല് സ്വർണം കൊണ്ടുള്ളതാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? അത് 1 ഇഞ്ച് നീളത്തിൽ മുറിക്കണം. അതിനേക്കാൾ കൂടുതൽ മുറിക്കരുത്. ഇല്ല, ഞാനത് ചെയ്യില്ല. ഇത് നിന്നെ വേദനിപ്പിക്കും മകനെ. ഇല്ല അമ്മേ, ആ ഭാഗത്ത് ജീവനുണ്ടാവില്ല. മാത്രമല്ല അത് വീണ്ടും വളരുകയും ചെയ്യും. ആഴ്ചയിലൊരിക്കൽ ഞാൻ ഇവിടേക്ക് വരാം, തീർച്ചയായും. നന്ദി മകനെ. അങ്ങനെ ഓരോ ആഴ്ചയും അവർ പാമ്പിന്റെ സ്വർണവാല് മുറിക്കും.
അങ്ങനെ അവർ പണം സമ്പാദിച്ച് ധനികരായി. മടിയന്മാരായ 3 ആൺമക്കളും അതിനെക്കുറിച്ച് അറിഞ്ഞു. എന്നിട്ട് കൂടുതൽ പണം സമ്പാദിക്കാനായി 2 ഇഞ്ച് മുറിക്കാൻ അവർ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഓ, ഞാൻ ഇപ്പോഴെന്തു ചെയ്യും? ശരി, ഞാൻ 2 ഇഞ്ച് മുറിച്ചു നോക്കട്ടെ. അവൾ 1 ഇഞ്ചിനു പകരം 2 ഇഞ്ച് മുറിച്ചെടുത്തു. പാമ്പിന് രക്തമൊഴുകാൻ തുടങ്ങി. അയ്യോ, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? എനിക്കിനി സ്വർണ്ണവാൽ ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെയും വേദനിപ്പിച്ചിരിക്കുകയാണ്. ഞാനിനി ഒരിക്കലും ഇവിടേക്ക് വരില്ല. ഇത് തീർച്ചയാണ്. ഞാനിനി ഒരിക്കലും ഇവിടേക്ക് വരില്ല. എന്നോട് ക്ഷമിക്കണം, മാപ്പ്. ഓ, ഞാൻ എന്താണ് ഈ ചെയ്തത്? ഐഡ്ലർ, ഒരു ജോലിയും ചെയ്യാത്തവൻ. ലൈഫ്ലെസ്, ജീവനില്ലാത്തത്. പെസ്റ്റേർഡ്, ചെറിയ കാര്യങ്ങൾക്ക് പിടിവാശിയോടെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ദൈവത്തോടൊത്തുണ്ടാവുക. ഒരു ഗ്രാമത്തിൽ ഒരാൺകുട്ടി തന്റെ അമ്മയോടൊത്ത് ജീവിച്ചിരുന്നു. അവൻ വളരെ ഭക്തനും സത്യസന്ധനുമായിരുന്നു. മകനെ, സൂക്ഷിക്കണം. കാട് കടന്നു പോയാലേ അടുത്ത ഗ്രാമത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനാവൂ. വളരെ ജാഗ്രതയോടെ ഇരിക്കണം മകനെ. അമ്മേ, കാട്ടിലെ മൃഗങ്ങൾ എനിക്ക് പേടിയാണ്. ഞാൻ എങ്ങനെയാ കാട് കടന്നു പോവുക? ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവം എപ്പോഴും സഹായത്തിന് നമ്മോടൊത്തുണ്ടാവും. അവൻ ആരെയും ഒരിക്കലും കൈവിടുകയില്ല. ശരി അമ്മേ, ഞാൻ പ്രാർത്ഥിക്കാം. എന്നാൽ ഞാൻ പുറപ്പെടട്ടെ അമ്മേ. പോയിട്ട് വരട്ടെ അമ്മേ. ബൈ. അങ്ങനെ അവൻ യാത്ര പുറപ്പെട്ടു. എന്നിട്ട് കാട്ടിനകത്തേക്ക് കടന്നു. എന്റെ ദൈവമേ, എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ. ഈ കാട് കടക്കാനുള്ള ധൈര്യം എനിക്ക് തരണേ. ദൈവമേ, എന്നെ രക്ഷിക്കണേ. അവൻ വേഗത്തിൽ നടക്കുന്നതിനിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ നിന്നു. ഓ, എന്താണ് ആ ശബ്ദം? കടുവയുടെ ഗർജനം. എന്റെ കഥ കഴിഞ്ഞു. ഞാൻ ഓടി രക്ഷപ്പെടട്ടെ. അവൻ ഓടാൻ ആരംഭിച്ചു. കടുവ അവനെ പിന്തുടർന്നു. അവന്റെ മുന്നിൽ ഒരു പുഴ കാണാനിടയായി. അവൻ പുഴ കടക്കാൻ തുടങ്ങുകയായിരുന്നു. ദൈവമേ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ എനിക്ക് തിരിച്ചു പോവാനും പറ്റില്ല. കടുവ എന്നെ ഓടിക്കുന്നു. മുതൽ എന്റെ മുമ്പിലുമുണ്ട്. 2 ഭാഗത്തും എനിക്ക് ആപത്താണല്ലോ. അവനെ വിരട്ടിക്കൊണ്ടിരുന്ന കടുവ അവന്റെ മേൽ ചാടി. പക്ഷേ അതിനുന്നം തെറ്റി. എന്നിട്ട് പുഴയിൽ മുതലയുടെ മുകളിലേക്ക് വീണു. മുതല ഉടനെ കടുവയുടെ മുകളിലേക്ക് ചാടി. രക്ഷപ്പെടാനായി കടുവ കഴിയുന്നത്ര ശ്രമിച്ചു. പക്ഷേ മുതല കടുവയെ പുഴയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. എന്റെ ദൈവമേ, നീ എന്നെ രക്ഷിച്ചു. നീ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. നന്ദി ദൈവമേ, വളരെ നന്ദിയുണ്ട്. ആ ബാലൻ സന്തോഷത്തോടെ യാത്ര തുടർന്നു. നന്ദി ദൈവമേ, വളരെയേറെ നന്ദി. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. പയസ്, ദൈവത്തോടുള്ള ഭയഭക്തി കാണിക്കുക. ചാന്റിംഗ്, മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കൽ. പൗൺസ്, ആക്രമിക്കാനായി ചാടി വീഴുക. പെബിൾസ് മലയാളം.